വാട്ട് ഈസ് ക്ലോഷ്യർ? നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിനകത്ത് റിപ്ലൈ ചെയ്യുന്നൊരു കാര്യമാണ് ഏതൊരു റിലേഷൻഷിപ്പ് എൻഡ് ആവുന്ന സമയത്തും. ഐ വോണ്ട് എ ക്ലോഷ്യർ സോ ഐ ക്യാൻ എൻഡ് ദിസ് ഓർ ഐ ക്യാൻ റിപ്പയർ ദ റിലേഷൻഷിപ്പ്. പക്ഷേ പലപ്പോഴും ഈ ക്ലോഷ്യർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കിട്ടാറുള്ളതല്ല. ബിക്കോസ് ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് കറേജ് ആൻഡ് ഹോണസ്റ്റി. അത് ഫേസ് ചെയ്യാനും അത് കൊടുക്കാനും, ഇത് രണ്ടിനും ദ സെയിം ഹോണസ്റ്റി ആൻഡ് കറേജ് നീഡഡ് ആണ്. സോ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ക്ലോഷ്യർ എന്ന് പറയുന്ന ഒരു വേർഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഐ വോണ്ട് ദ ട്രൂത്ത് ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഹേർട്ട്. ഇതായിരിക്കും നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ ബിലീവ് ചെയ്യുന്നൊരു കാര്യം. എനിക്ക് സത്യം അറിയണം, പക്ഷെ എനിക്ക് വേദനിക്കാൻ വയ്യ. സോ ആക്ച്വലി ദ ട്രൂത്ത് മീൻസ് ഇറ്റ് ഹേർട്സ്. സംടൈംസ് ഇറ്റ് ഹേർട്സ്. സോ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇറ്റ് ഹേർട്സ്. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വി നീഡ് എ കറേജ് ആൻഡ് വി ഓൾസോ നീഡ് എ ഹോണസ്റ്റി. When someone says I need closure, അവർ ശരിക്കും ചോദിക്കുന്നത് ഇറ്റ്സ് എ ട്രൂത്ത്, എ ക്ലാരിറ്റി അബൌട്ട് for loving you was not a foolish thing. അല്ലെങ്കിൽ tell me I mattered in your life, tell me I was seen even I was not chosen. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. വി തിങ്ക് ദാറ്റ്സ് എ ക്യൂരിയോസിറ്റി. ചോദിക്കുന്ന ആളുടെ വിചാരം അത് ക്യൂരിയോസിറ്റി ആണെന്നാണ്, പക്ഷേ ആക്ച്വലി ദാറ്റ്സ് എ കൈൻഡ് ഓഫ് നീഡിങ് ഇമോഷണൽ വാലിഡേഷൻ. അവർ ഹ്യൂമൻ ബ്രെയിൻ ഈസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദി അൺഫിനിഷ്ഡ് സ്റ്റോറീസ്. നമ്മുടെ ബ്രെയിനിന് എപ്പോഴും എന്ത് കാര്യത്തിനും ഫിനിഷ് ചെയ്യണം വിത്ത് ക്ലാരിറ്റി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പക്ഷെ പലപ്പോഴും ഇത് നമ്മളെ എൻഡപ്പ് ചെയ്യുന്നത് സീക്കിംഗ് വാലിഡേഷൻസ് കൂട്ടുക എന്നുള്ളതിലേക്കായിരിക്കും, വിച്ച് ഡസൻറ്റ് ഗിവ് യു എനി കൈൻഡ് ഓഫ് പോസിറ്റീവ് റിസൾട്ട്. ഈ ക്ലോഷ്യർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹോണസ്റ്റി. ഇറ്റ് നീഡ്സ് കറേജ്. അതായത് ഇത് റിസീവ് ചെയ്യാനും ഇത് കൊടുക്കാനും ഒരേപോലെ ഹോണസ്റ്റിയും കറേജും വേണം. Because sometimes clarity of closure doesn't mean it's a good ending. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം. സോ വി നീഡ് എ കറേജ് ടു ഫേസ് ദാറ്റ് ആൻഡ് ഓൾസോ വി നീഡ് എ കറേജ് ടു ഗിവ് ദാറ്റ്. സോ പലപ്പോഴും പല ആൾക്കാരും ഫെയിലായി പോകുന്നത് ഈ റിസീവിങ്ങിലും ഗിവിങ്ങിലുമാണ്. ഇത്തരത്തിലുള്ള ഹോണസ്റ്റി ഭയങ്കര റയറാണ്. സോ നോട്ട് ബിക്കോസ് പീപ്പിൾ ഡോണ്ട് നോ ദ ട്രൂത്ത്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ബട്ട് ബിക്കോസ് ദ ട്രൂത്ത് ക്യാരീസ് എ കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഒരാളുടെ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യും. ഇഫ് ദേ ആർ റിയലി ഗിവിങ് യു എ കൈൻഡ് ഓഫ് ക്ലോഷ്യർ, അവരുടെ റിയൽ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആവും. സോ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സം പീപ്പിൾ ചൂസ് സൈലൻസ് ഓർ സം പീപ്പിൾ ചൂസ് ഹാഫ് ട്രൂത്ത്സ്. സോ എക്സ്പ്ലനേഷൻസ് എന്ത് ചെയ്യും, അവരുടെ ഇമേജിന് ഈ എക്സ്പ്ലനേഷൻസ് കൊടുക്കാതിരിക്കൽ ആക്ച്വലി അവരുടെ ഇമേജിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ബട്ട് ദാറ്റ് വിൽ ലീവ് യു ഇൻ കൺഫ്യൂഷൻസ്. And that confusion is what people or which keeps you more attached to that person. ഈ കൺഫ്യൂഷൻസ് ആണ് ആക്ച്വലി നമ്മൾ ഈ പറയുന്ന അറ്റാച്ച്മെൻറ്റിലേക്ക് പോകുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഇറ്റ്സ് എ ഡിവൈൻ ലവ്. സോ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. നമ്മൾ ഈ ക്ലോഷ്യറിന് വേണ്ടിയിട്ട് ഈ പിന്നാലെ നടക്കുമ്പോൾ വി ആർ റിയലി മിസ്സിങ് അവർ സെൽഫ്. നമ്മൾ അവരെയല്ല ശരിക്കും മിസ് ചെയ്യുന്നത്. വി തിങ്ക് വി മിസ് ദം, ബട്ട് ആക്ച്വലി വി ആർ മിസ്സിങ് അവർ സെൽഫ്. So instead of going back all the time, understand there is a version of you still existing with full of dignity, with full of self-respect, with full of love, with full of nourishment. ഇതിനെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് വിത്ത് ഫുൾ ഓഫ് സെൽഫ് ഡൗട്ടിലായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. ഐ നോ ഇറ്റ്സ് നോട്ട് ടു മച്ച് ഈസി ടു ഗോ ത്രൂ ദിസ് ഫേസ്, ബട്ട് വൺസ് യു മാസ്റ്റർ യുവർ ബ്രെയിൻ, once you master your emotions, you can simply track this. അതിനർത്ഥം നമ്മൾ അവരെ സ്നേഹിച്ചിട്ടില്ല എന്നോ നമ്മളവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നോ നമ്മളവരെ കൂടെ നിന്നിട്ടില്ല എന്നോ ഒന്നുമല്ല. ഫൈനലി വി ചൂസ് അവർ സെൽഫ്. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി എ ക്ലോഷ്യർ മീൻസ് ലൈക്ക്. ബൈ.